ഹലോ പിന്നെ എങ്ങനെ വരെ നമ്മുടെ ഇരുട്ടിയിലുള്ള ജെ ഹെർബൽസിലേക്ക് ഞാൻ രണ്ടാമതും വന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ അന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ സക്സസ് പ്ലസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പോയപ്പോൾ ഞാൻ കണ്ടൊരു പ്രൊഡക്റ്റാണ് ഈ പാർക്കോവെൽ എന്നുള്ളത്. അന്ന് ഞാൻ ജയേഷ് ഭായിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു പാർക്കിൻസൺ രോഗത്തിനുള്ളതാണ്. പിന്നീട് നമുക്കത് കൃത്യമായിട്ട് പറയാം. അതെ. പക്ഷെ അന്ന് നിങ്ങൾ പറഞ്ഞു തന്നപ്പോഴും എനിക്ക് വിശ്വാസമായില്ല. വേറൊന്നുമല്ല, പാർക്കിൻസൺ എന്ന് പറഞ്ഞ രോഗം, അതായത് കൈ കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുക, കഴുത്ത് ഇങ്ങനെ വിറയ്ക്കുക, സംസാരിക്കാൻ പറ്റാതാവുക, വല്ലാത്തൊരവസ്ഥയാണ്. അതിൽ വേദനയ്ക്കുപരി നമ്മൾ മാനസികമായിട്ടുള്ള വേദനയാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുക. അതായത് രോഗിയായാലും ശരി, കണ്ടു നിൽക്കണം നമ്മളായാലും ശരി, വല്ലാത്തൊരവസ്ഥയാണ്. ഈ രോഗത്തിന് മോഡേൺ മെഡിസിൻ്റെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇതിൻ്റെ ചികിത്സ എന്നുള്ളത്. എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പോഴാണ് നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസമായില്ല. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ആമിൻതാത്ത ഉണ്ട്. ആമിൻതാത്ത എന്ന് പറഞ്ഞാൽ വളരെ ചുറുചുറുപ്പായിട്ട് ഓടി നടന്ന ഒരു താത്തയായിരുന്നു. ആ താത്താക്ക് ഈ ഒരു അസുഖം വന്നിട്ട് കാണാൻ പറ്റാത്ത കോലത്തിൽ കയ്യും കാലൊക്കെ വിറയ്ക്കലും കഴുത്തൊക്കെ വിറയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇടങ്ങേറായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ ഇങ്ങനെ കറക്റ്റ് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം നമ്മളിത് കണ്ടിട്ട് നമ്മൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും കാര്യത്തിനും പോയെങ്കിലും അവർക്ക് അതിൻ്റെ ആ വക ചികിത്സ അഫോർഡ് ചെയ്യാൻ കഴിയാത്തായിരുന്നു. നിങ്ങൾ ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് ഒരു പാക്കറ്റ് ഇങ്ങോട്ട് വാങ്ങിച്ചു പോയി ആമിത്താത്താൻ്റെ കൊണ്ടേ കൊടുത്തു. അതിനുശേഷം നിങ്ങളെയുമായിട്ട്, അതായത് ജയേഷ് ഭായിനെയും ആമിത്താത്താനെയും കൂടി കണക്ട് ചെയ്തു. ജയേഷ് ഭായി ഒരു ഡോക്ടറിനെ ഓൺലൈനിൽ അപ്പോയിൻമെൻ്റ് എടുത്തു. നമ്മൾ അത് വീഡിയോ കോളിലൂടെ ഡോക്ടർ അത് കൺസൾട്ട് ചെയ്തിട്ട് ഈ മരുന്ന് എങ്ങനെ കഴിക്കേണ്ടത് എന്താണ് എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തു. അത് ഒരു മാസം കറക്റ്റായിട്ട് ആമിത്താത്ത കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനുന്നാണ് എന്നെ വിളിക്കുക, മോനു നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു ആശ്വാസം ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് നമ്മുടെ പാർക്കോവെൽ എന്നുള്ള ഈ ഒരു ഡ്രിങ്ക് പൗഡർ കഴിച്ചതിനെ കൊണ്ട് ഒരിക്കലും പാർക്കിൻസൺ എന്നുള്ള രോഗം മാറാൻ പോകുന്നില്ല. അതിനൊരു ആശ്വാസം കിട്ടും. അത് അടിവരയിട്ട് പറയാനുള്ളത്. അവർ ആ ഒരു വിറച്ചിൽ നിന്നും കുറച്ചു നേരം അവരുടെ പഴയ രൂപത്തിലേക്ക്, അല്ലെങ്കിൽ പഴയ രൂപത്തിന്റെ ഒരു സെർട്ടൻ പേഴ്സൻറ്റേജിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസമാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വായതോരാതെ സംസാരിച്ച് വേറൊന്നിൻ്റെയും പേരിലല്ല. ഞാൻ ഈ സംഭവം കൊണ്ടുപോയിട്ട് ആമിൻതാത്താക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ആശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ ഇങ്ങനെയൊക്കെ സംസാരിച്ചേനെ. അപ്പം എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ നമ്മുടെ ജെ ഹെർബൽ സക്സസ് പ്ലസിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നായ്ക്കുറയാണ്. ഇതിലേക്കും നായ്ക്കുറയാണ്. അപ്പോൾ അതേ സെയിം പൗഡറാണോ ഇത്? ഇത് സീഡ് അത് തന്നെയാണ്. ആ നായ്ക്കുറ നമ്മളുടെ തന്നെ തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കുന്ന സീഡ് തന്നെയാണ്. അതിന് ഇവിടെ കിടന്ന ആയുർവേദ വിധിപ്രകാരം ശാസ്ത്രീയമായ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം സക്സസ് പ്ലസ് ട്രീറ്റ്മെന്റ് രീതിയല്ല ഈ പാർക്കോവലിന് ട്രീറ്റ്മെന്റ് എന്ന രീതി. ആ രീതികൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്ന രീതികളും ചേർക്കേണ്ട ചേരുവകളിലും ചെറിയ വ്യത്യാസവും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി സീഡ് രണ്ടും ഒന്ന് തന്നെയാണ്. സീഡ് രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ ഔട്ടും ഇതിന്റെ ഔട്ടും രണ്ടും രണ്ട് കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടേഴ്സ്, അതായത് ഓൺലൈൻ കൺസൾട്ടന്റ് നടക്കുന്ന ഡോക്ടേഴ്സ്, ഇവരുടെ രോഗത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് ഇത് കുടിക്കേണ്ട വിധവും ഇതിന്റെ ഡോസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് രോഗിക്ക് പറഞ്ഞു. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ രോഗിക്ക് ഈ സംഭവം കൊടുക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ് ഇതിന് വേറെ വല്ല പാർശ്വഫലങ്ങൾ വല്ലതും ഉണ്ടോ? ഇതിന് ദൈവം അങ്ങനത്തെ ബുദ്ധിമുട്ടും വിഷമവും ഇന്നത്തെ ഇത് ഹെർബൽ 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ആയിട്ടോ ഫേവർ ആയിട്ടോ ഒന്നുമില്ല. ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അതായത് നമ്മുടെ മൊത്തത്തിലാണ് നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ നമുക്കൊരു സ്റ്റിമുലേഷൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇത്. നമ്മുടെ പാർക്കോവെൽ 365 100% നേച്ചുറൽ ഹെർബൽ ഈ പൗഡർ അല്ലേ, ഈ പൗഡർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ പാർക്കിൻസൺ രോഗികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മളിപ്പം പാർക്കിൻസൺസ് ഒരു രോഗം വന്ന ഒരാളെ കഴിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന അവരോട് ഏതെങ്കിലും ഒരു നേരത്ത് ഇവരിത് കഴിച്ചു നോക്കും. ഇവർക്ക് ഇതിന്റെ മാറ്റങ്ങൾ ലൈവായിട്ട് അറിയാം. അപ്പം ഒരു നേരം ഗുളിക കഴിക്കുന്ന ഒരാളാണെങ്കിൽ, 2, 3, 4 നേരം ഗുളിക കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ ഒരു നേരം ഗുളിക ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ച് പകരം ഇത് നമ്മുടെ ഇതൊരു പൗച്ച് കഴിക്കുമ്പോൾ ആ മാറ്റങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ ഓരോ പൗച്ചുകളായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവും. എത്ര ഒരു പാക്കറ്റിൽ എത്ര പൗച്ച് ഉണ്ടാവും? ഇതിനകത്ത് 60 പൗച്ചാണ് ഉണ്ടാവുക. 60 നേരം കഴിക്കാനുള്ള പൗച്ചാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഈ ഒരു പൗച്ചാണ് നമ്മൾ ഒരു നേരം കഴിക്കേണ്ടത്. എങ്ങനെ കഴിക്കേണ്ട വിധം? ഇത് പൊട്ടിച്ച് ഒരു പാലിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഇട്ട് ഇളക്കിയാണ് കഴിക്കേണ്ടത്. ഇതിന് പ്രത്യേകം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആള് ആ സിംറ്റം ആയിട്ടിരിക്കുന്ന ആൾക്ക് അത് ക്യൂർ ആവും. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മാറ്റം കൃത്യമായി പ്രകടമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അവരുടെ അസുഖത്തിന്റെ ഇതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റത്തിന്റെ ഡ്യൂറബിലിറ്റി എത്ര നേരം അത് ഇത് കഴിച്ചാൽ വൈകുന്നേരം വരെ കിട്ടും, വൈകുന്നേരം കിട്ടണമെന്നില്ല. പക്ഷെ കിട്ടുന്നവരുണ്ട്. ഒറ്റ പൗച്ച് വൈകുന്നേരം വരെ കിട്ടുന്നവരുണ്ട്. ചിലർക്ക് ഉച്ച വരെ കിട്ടുന്നവർ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ്. ചിലർക്ക് 2 മണിക്കൂർ കിട്ടും, ചിലർക്ക് 3 മണിക്കൂർ, ചിലർക്ക് 4 മണിക്കൂർ. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം എന്താണ്? ഇതിനകത്തുള്ള എൽദോപ്പ എന്ന സാധനമാണ്. നാച്ചുറൽ ആയിട്ട് എൽദോപ്പ എന്നൊരു സാധനമാണ് ഇതിനകത്തുള്ളത്. കണ്ടന്റ് നാച്ചുറൽ എൽദോപ്പ. അത് നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമിനായിട്ട് കൺവേർട്ട് ആയി നമുക്ക് വേണ്ട എനർജി തരും. അതായത് തലച്ചോറിലെ കോശങ്ങൾക്ക്
മസിൽസിനൊക്കെ ഉണ്ടാകുന്ന ഡാമേജ് ആണ് ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. അതിനെ ആ ഡാമേജ് മൂലമാണ് നമുക്ക് ശരീരത്തിന് വേണ്ട എനർജി തരുന്ന ഹാപ്പിനെസ് തരുന്ന ഹോർമോണായ ഡോപ്പമിന്റെ എഫിഷ്യൻസി, MK എഫിഷ്യൻസി ഉണ്ടാകുന്നത്. അത് നമുക്ക് പരിഹരിക്കപ്പെടുക ഇത് പരിഹരിക്കപ്പെടുക. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മുടെ പാർക്കോവെൽ 365 എന്നുള്ള ഈ JJ ഹെർബലിന്റെ ഈ പൗഡർ ഉണ്ടല്ലോ, ഈ പൗഡർ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് ചുരുക്കി പറഞ്ഞുതരും. ഈ നമ്മളുടെ ഈ പ്രോഡക്റ്റ് JJ ഹെർബൽസിന്റെ പാർക്കോവെൽ എന്ന ഈ പ്രോഡക്റ്റ് നമ്മുടെ തന്നെ ഫാമിലി കൃഷി ചെയ്തെടുക്കുന്ന ഒരു സീഡാണ്. നായ്ക്കൂറിനായി നിന്ന് ചെയ്തെടുക്കുന്ന, നായ്ക്കൂറിനെ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ കൃഷി ചെയ്തെടുത്ത് അവിടുന്ന് തന്നെ ഇത് കൾട്ടിവേറ്റ് ചെയ്ത് അത് ഇവിടെ കൊണ്ടുവന്ന് കഴുകി വാരി നമ്മളതിനെ പാലിനകത്ത് ആയുർവേദ വിധിപ്രകാരം ശാസ്ത്രീയമായി ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കുകയാണ്. പാലിനകത്ത് മണിക്കൂറുകളും വേവിച്ച് അതിന്റെ ഡോപ്പമിൻ, അതായത് മെയിൻ കണ്ടന്റ് അതാണ്. അത് ഈ പാലിനകത്ത് തന്നെ വേവിക്കാം. പാലിനകത്ത് വേവിച്ചാൽ അതിന് കട്ടും വിഷാംശവും മറ്റു പല സാധനങ്ങളും നഷ്ടപ്പെടാനുണ്ട്. അതൊക്കെ കളഞ്ഞ് അതിനെ പ്യൂർ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് അതിന് വേവിച്ചെടുത്ത് അതിന് ട്രയലിൽ കയറ്റി ഉണക്കി അതിനെ മില്ലിൽ കൊണ്ടുപോയി കുത്തി അതിന്റെ തോട് കളഞ്ഞ് അതിന്റെ പ്യൂർ പരിപ്പെടുത്ത് ആ പരിപ്പ് പൊടിച്ച പൗഡറാണിത്. അതും ഓരോ നേരം കഴിക്കേണ്ട ചെറിയൊരു ടീ ബാഗ് പോലെ ഇതുപോലെ പൗഡർ മാത്രമാണോ അല്ല ഈ അസുഖത്തിന്റെ വേറെ ചെറിയൊരു കൂട്ടും കാര്യങ്ങളുണ്ട് ഇതിന്. ട്രേഡ് സീക്രട്ട് ആണ്. ഓക്കെ, അതവിടെ ഒരു നിലവിൽ 6000-7000 കസ്റ്റമേഴ്സ് നിലവിലുണ്ട് എനിക്ക്. ഇതുവരെ വർഷങ്ങളായിട്ട് ഒരു 10-15 വർഷമായിട്ട് നമ്മൾ ഇത് ഈ പാർക്കിൻസൺസ് രോഗികൾക്ക് കൊടുക്കും. ഇത് ബ്രാൻഡ് ആയിട്ട് ഞങ്ങൾ ഇത് പാർക്കോവിൽ നിന്ന് ബ്രാൻഡ് ചെയ്തിട്ട് ഒരു 6-7 വർഷമായിട്ടുള്ളൂ. 8 വർഷങ്ങളായിട്ടുള്ളൂ ബ്രാൻഡ് ചെയ്തിട്ട്. പക്ഷെ നമ്മളിത് കൊടുക്കാതെ ഒരുപാട് വർഷമായതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് നമുക്കൊരു യാത്ര പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും കാണാനോ സംസാരിക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു പൗച്ച് എടുത്ത് കഴിച്ചാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെയാണ്. അപ്പൊ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇത് കഴിച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ കൈ ഞാനും നിൽക്കുന്ന പോലെ നിൽക്കും. കാര്യങ്ങൾ മാറ്റം ഉണ്ടാവും. നമുക്കിപ്പം ഈ 6000-7000 പേരുടെ റിവ്യൂവും കാര്യങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് കാണാനും കേൾക്കാനും അനുഭവം പറയല്ല. ഇക്ക വീടിന് അടുത്ത് തന്നെ, മണ്ണാർക്കാട് തന്നെ, ഇക്കയുടെ വീടിന് ചുറ്റുവട്ടം തന്നെ ആൾക്കാരുണ്ട്. ഞാൻ നമ്മുടെ മരുന്ന് കഴിക്കുന്ന രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതും കൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഒരു പ്രകാശേട്ടനുണ്ട്, ഒരു ജാഫർക്കായുണ്ട്, ഒരുപാട് പേരുണ്ട്. നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ അവരെ നേരിട്ട് പോയി കാണുക, തീർച്ചയായും. നമ്മൾ ഏകദേശം 3 മാസമായി ഇപ്പോൾ പാർക്കോവിൽ കഴിക്കൽ തുടങ്ങിയിട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ആമിത്താത്താക്കൊക്കെ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് സംഭവം ഉണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ജയേഷ് ഭായിൻ്റെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞതും ഞാൻ നിങ്ങളെ വിളിച്ചതും. അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം നമ്മുടെ ഒരു ആമിത്താത്താക്ക് കൊടുത്ത് അത് ആമിത്താത്താക്ക് ഭേദമാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുള്ള ആശ്വാസമാണ് ഞാൻ വന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ 3 മാസം മുമ്പുള്ള നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നല്ല പ്രശ്നത്തിലായിരുന്നു. അത് നമ്മൾ കണ്ടതുമാണ്. ഓരോ ഭാഗത്തുങ്ങൾ നടക്കാൻ പറ്റാത്തതും ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഇതൊരിക്കലും എന്തായാലും മാറാൻ പോകില്ല, നമ്മുടെ ജീവിതത്തിന് ഒരു ആശ്വാസം ദൈനംദിന കാര്യം ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ചൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. മുമ്പൊക്കെ നല്ല പ്രശ്നമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം കഴിക്കും? 2 പ്രാവശ്യം. ഇപ്പൊ കഴിച്ച ഞങ്ങള് ഇപ്പൊ കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചതാണ്. രാവിലെ കഴിച്ച ഇപ്പൊ കഴിക്കേണ്ട സമയമായിരിക്കും. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര ഷിവറിങ് ഉണ്ടാവില്ല, ഇത്ര വേറെ ഉണ്ടാവൂല, കുറച്ചു നേരം നിൽക്കും. അപ്പോൾ ഇതുപോലുള്ള രോഗമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സംഭവത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ മാതിരിയുള്ളവരുടെ നിന്ന് ജെന്യൂൺ റിവ്യൂ എടുത്തിട്ട് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം അറിഞ്ഞില്ല, നമ്മളൊരു ദിവസം കണ്ട സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ നമ്മുടെ ജയേഷ് ഭായിൻ്റെ അടുത്തും പറഞ്ഞ് അമിതാത്താക്ക് ഭേദം പറയുകയാണെങ്കിൽ നമുക്കിത് ജനങ്ങളോട് പറയാനുള്ള, ആ ജനങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ജനങ്ങളോട് നല്ല മാറ്റമുണ്ട്, കാരണം പോയി കാണുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഇത് മാറ്റം വരിക എന്നുള്ളതല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കി ഈ ഭേദം കണ്ടതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി അല്ലേ? ചേട്ടാ എന്ത് വിശേഷം? സുഖമല്ലേ? നമ്മൾ നാട്ടുകാരൊക്കെ ആണെങ്കിലും പരിചയപ്പെടുത്താൻ വേണ്ടി കണ്ണൂരിന്നേ ഇരുട്ടിന്ന് ജയേഷ് ഭായി വരണ്ടേ വന്നു. അപ്പൊ നിങ്ങളൊക്കെ നമ്മളൊക്കെ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കോവലാണ്. പാർക്കോവലിൽ കഴിക്കണ കൊണ്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ പാർക്കോവലിൽ കഴിക്കൽ തുടങ്ങിയിട്ട് എത്രയായി? 10 വർഷത്തോളം ഇല്ലേ? ഇപ്പൊ കഴിച്ചിട്ട് എത്ര നേരമായി? 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്ക്. കഴിക്കണതിന് മുമ്പ് ശേഷമുള്ള അവസ്ഥ എന്താ? മുൻപ് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, എണീച്ച് നിൽക്കാൻ പോലും പറ്റില്ല. കഴിച്ചിട്ട് പിന്നെ കുറച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ എണീക്കാം. അത് എത്ര നേരം വരെ നിൽക്കണ്ടെങ്കിൽ? 2-2.5 മണിക്കൂർ 3 മണിക്കൂർ നിൽക്കും. 3 മണിക്കൂറൊക്കെ നിൽക്കാം. അത് കഴിഞ്ഞാൽ ഇത് വീണ്ടും കഴിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് ജോലി എന്താണ്? ഞാൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. ഗവൺമെന്റ് സർവീസിലാണ്. അപ്പൊ ഈ ജോലിക്ക് ഈ അസുഖം തടസ്സമുണ്ടോ?
ജോലിക്ക് തടസ്സമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മരുന്ന് ഡോസ് കൂട്ടി കഴിക്കും. ഓക്കെ. അപ്പൊ ഒരു ദിവസം എത്ര പ്രാവശ്യം കഴിക്കും നിങ്ങള്? 4 പ്രാവശ്യം 5 പ്രാവശ്യം കഴിക്കും. അത് ഈ ജോലി കാരണമായിരിക്കില്ലേ? അല്ലാത്തവർക്ക് ഇത്ര ആവശ്യമില്ലല്ലോ ശരിക്കും അല്ലേ? റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്ര വേണ്ട, അത്രയും വേണ്ട. ഓക്കെ. അപ്പൊ എന്തെന്നായാലും പാർക്കോവില് അല്ലാണ് ഇപ്പൊ ലൈഫ് നീങ്ങി പോണത് അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയുക, എനിക്ക് വേണ്ടത് ഒരു ജെന്യൂൻ റിവ്യൂ ആണ്, അല്ലാണ്ട് ആഡല്ല നമുക്ക് വേണ്ടത്. എന്താ വെച്ചാൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതിന്ന് കിട്ടുന്ന ഒരു റിവ്യൂ ആണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സഹധർമ്മിണി പറയണോളം വേറെ ആരും വരില്ല. എന്താണ് നിങ്ങളുടെ പേര്? അമ്പിളി. പറയും എന്താണ് ഇപ്പോൾ ഇത് കഴിച്ചതിനെ കൊണ്ടുള്ള ഗുണം? ഇത് ജയേഷേട്ടന്റെ പ്രോഡക്റ്റിന്റെ റിവ്യൂ അല്ല, നമ്മുടെ ജെന്യൂൻ റിവ്യൂ ആണ്. നമുക്ക് പാർക്കിൻസൺസ് മാറാന്നുള്ളതല്ല, നമ്മളെ ലൈഫ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് അവർക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ജയേഷ് ഭായ്, നമ്മുടെ ജെ ഹെർബൽസിൻ്റെ പാർക്കോവൽ 365 എന്നുള്ള എനർജി ഡ്രിങ്ക് പൗഡർ, എസ്പെഷ്യലി നമ്മുടെ പാർക്കിൻസൺ രോഗികൾക്കുള്ള ഈ പൗഡറിന് നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടോ? അതേപോലെ തന്നെ ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടോ? ഈ ഗവൺമെൻറ് ലൈസൻസ് അങ്ങനെയുള്ള സംഗതികൾ ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ? തീർച്ചയായും. അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഇത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച എല്ലാ ഒരു പേപ്പേഴ്സിനോട് കൂടിയിട്ട് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ. ഈവൻ നമ്മുടെ ISO GMP സർട്ടിഫിക്കറ്റ് അടക്കം, ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, പഞ്ചായത്ത് ലൈസൻസ്, അളവുക രജിസ്ട്രേഷൻ ലൈസൻസ്, ഓർഗാനിക് ഫാമിംഗ് ലൈസൻസ്, ഇതെല്ലാം അടക്കമാണ് നമ്മളിത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈവൻ 6 മാസം കൂടുമ്പോൾ നമ്മളിതിനെ ലാബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും ഇതിൽ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് കോട്ടക്കൽ ആയുർവേദശാലത്താണ്. അവർ വരെ സർട്ടിഫൈ ചെയ്ത പേപ്പേഴ്സ് വരെ ഇതിനകത്തുണ്ട്. നമ്മൾ അങ്ങനെ എല്ലാ പേപ്പേഴ്സോട് കൂടിയിട്ടാണ് നമ്മളിത് ഈ സംഭവം ഇവിടെ നാട്ടിൽ നമ്മൾ എക്സ്പോർട്ട് പുറത്തേക്ക് അയച്ചു കൊടുക്കുന്നതാണല്ലോ. അപ്പം ഇത് ഇങ്ങനെയുള്ള പേപ്പേഴ്സ് എല്ലാം ആവശ്യമാണ്. ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോകാനും പറ്റും, ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാനും പറ്റും. അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും നമുക്കുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും നമുക്ക് ഇത് അയക്കാനും കൊണ്ടുപോകാനും കഴിയുന്നത് അല്ലേ? ഓക്കെ. ഇത് 60 പാക്കറ്റിന് 1499 രൂപ ഇൻക്ലൂഡിങ് ഓൾ ടാക്സ്. അത്രയും വിലയുണ്ട് അല്ലേ? ഇല്ല, നമ്മൾ അതിന് പ്രൈസ് നമ്മൾ മേടിക്കുന്നത് 1200 നമ്മൾ മേടിക്കുന്നത്. 1200 കൊറിയർ ചാർജ് നമ്മൾ മേടിക്കുന്നത്, പോസ്റ്റൽ ചാർജ് നമ്മൾ മേടിക്കുന്നത്. ഒരു 60 പൗച്ച് ഉണ്ടാവും. 2 നേരം കഴിക്കുവാണെങ്കിൽ 1 മാസത്തേക്ക് ഉണ്ടാവും. 1 നേരം കഴിക്കുന്നെങ്കിൽ അത് 2 മാസത്തേക്ക്. അത് രോഗത്തിന് സ്റ്റേജിനനുസരിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 നേരം 3 നേരം ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു പാക്കറ്റിന് വരുന്നത് 1200 രൂപയാണ്. ഓക്കെ, താങ്ക് യു. വേറൊന്നുമല്ല, പാർക്കിൻസൺ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം ആശ്വാസകരമാണ് നമ്മുടെ ഈ പാർക്കോവെൽ 365 എന്നുള്ള ഈ ഹെർബൽ എനർജി ഡ്രിങ്ക് പൗഡർ. ഇത് തികച്ചും നേച്ചുറലാണ്, യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളുള്ള, അതിൻ്റെ എല്ലാവിധ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ജയേഷ് ഭായ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അറിയോ, ഈ പാർക്കിൻസൺ രോഗം എന്നുള്ളത് ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതല്ല. ഇതിനൊരു ആശ്വാസകരമാണ്, ഇത് ക്യൂറബിൾ അല്ല. അതുകൊണ്ട് എന്താ അറിയോ, ഈ ഒരു സംഗതി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. ഇതുപോലുള്ള കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഇത് വലിയൊരു ആശ്വാസവും. അതുകൊണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.